ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുതിര വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മുതിരയാണ് എടുത്തിട്ടുള്ളത്. മുതിരയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ ധാരാളം പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർക്ക് മുതിര കഴിക്കുന്നത് നല്ലതാണ്. പ്രമേഹമുള്ളവർക്കും മുതിര കഴിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ മുതിരയ്ക്ക്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ ആദ്യം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ചധികം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് രാത്രിയിലാണ്. രാവിലെ ആകുമ്പോഴേക്കാണ് എടുക്കുന്നത്. അപ്പോൾ മുതിരയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ കുക്കറാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമുക്ക് മുതിര ചേർത്ത് കൊടുക്കാം. കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല. ആ വെള്ളം മാറ്റിയിട്ടാണ് മുതിര ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് മുതിര വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ 1 വിസിലും മീഡിയം ഫ്ലെയിമിൽ 3 വിസിലുമാണ് അടുപ്പിക്കുന്നത്. അതിനുശേഷം പ്രഷർ പോയിട്ടാണ് ഇത് തുറന്ന് നോക്കുന്നത്. നമ്മൾ എടുക്കുന്ന കുക്കറിൻ്റെയും ഫ്ലെയിമിൻ്റെയും ഒക്കെ അനുസരിച്ചിട്ട് ഇതിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ നമ്മൾ മുതിര കുതിർക്കാൻ എടുക്കുന്ന സമയത്തിൻ്റെ അനുസരിച്ചിട്ട് ഈ ഒരു വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. നന്നായിട്ട് വേവിച്ചിട്ടെടുക്കുക. മുതിര കുക്കായി വരുമ്പോഴേക്കും നമുക്ക് ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് ശർക്കരപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കാം. ശർക്കരയ്ക്ക് പകരമായിട്ട് കരിപ്പെട്ടി ഉപയോഗിക്കാവുന്നതാണ്. കരിപ്പെട്ടിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഹെൽത്തിന് ഏറ്റവും നല്ലത് കരിപ്പെട്ടിയാണ്. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ മധുരം ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. ഷുഗറൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കിക്കോളും. മധുരമില്ലാതെ കഴിക്കുന്നതാണ് ഏറ്റവും ഹെൽത്തി. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ശർക്കരയോ കരിപ്പെട്ടിയോ ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ശർക്കര മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നെടുത്ത് മാറ്റി വെക്കാം. അരിക്കേണ്ടതാണെങ്കിൽ അരിച്ചെടുത്ത് മാറ്റി വെക്കാം. അപ്പോഴേക്കും കുക്കറിൽ നിന്ന് വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രഷറൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ മുതിരയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, വെള്ളമൊന്നും ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് മാത്രമാണ് വെള്ളം ഉള്ളത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് എടുത്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഈ ഒരു ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് ഈ തേങ്ങ ഒന്ന് തിളച്ച് വരണം. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് യോജിപ്പിച്ചിട്ടെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് മുതിര ചേർത്ത് കൊടുക്കാം. ആ ഒരു വെള്ളം ഉൾപ്പെടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇനി ഈ ഒരു ശർക്കരപ്പാനിയും മുതിരയും എല്ലാം കൂടി കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അതുവരെ ആ ഒരു ശർക്കരപ്പാനിയൊക്കെ ഒന്ന് വറ്റി വരണം. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടും കൂടി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ട് ശർക്കരപ്പാനിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഡ്രൈ ഒന്നും ആയി പോയിട്ടില്ല കേട്ടോ. ചെറിയൊരു നനവുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എൻ്റെ കയ്യിൽ പൊടിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മുതിര വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണേ. മധുരം ഉപയോഗിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ചെയ്താൽ മതിയാവും. ദിവസത്തിൽ 1 നേരമെങ്കിലും മുതിര കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒന്നാണ് മുതിര. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി കഴിച്ചു നോക്കൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. നമ്മുടെ ചാനലിൽ ഒരുപാട് ഹെൽത്തി റെസിപ്പീസിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതും കൂടി എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.